വഖഫ് നിയമ ഭേദഗതിയിൽ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ട് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ സമർപ്പിക്കും. നവംബർ 21 കമ്മിറ്റി ഡൽഹിയിൽ യോഗം ചേരുമെന്നും ചെയർമാൻ ജഗദാംബിക പാൽ അറിയിച്ചു. ज्वाइंट पार्लियामेंट्री कमेटी वक्त 2024 के अमेंडमेंट को लेकर के पार्लियामेंट के स्पीकर श्री ओम बिरला जी ने एक कमेटी कंस्टिट्यूट की, जिसकी लगातार बैठकें हो रही हैं. अभी स्टडी टूर भी था जो भुवनेश्वर से बैठक करके हम आए हैं, और 21 तारीख को दिल्ली में हम अल्पसंख्यक मंत्रालय को, जो हमारे अभी 2.5 महीने से लगातार स्टेक होल्डर्स हमसे मिलते रहे, हितधारक मिलते रहे, इस्लामिक स्कॉलर्स हों, जजेज हों, हाई कोर्ट के लायर्स हों, या हमारे अल्पसंख्यक तंजीम के लोग हों, या हमारे मेंबर ऑफ पार्लियामेंट्स जो 31 लोग हैं सभी पार्टियों के, उनके जो सवालात थे उसको हम 21 तारीख को अल्पसंख्यक मंत्रालय की तरफ से उसका जवाब सुनेंगे. और उसके बाद फिर जैसा मैंडेट है हमारे स्पीकर साहब का, उसकी हम रिपोर्ट की तैयारी करके हम विंटर सेशन में रिपोर्ट प्रस्तुत करने का काम करेंगे. കൂടുതൽ വിവരങ്ങളുമായിട്ട് ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, കമ്മിറ്റി റിപ്പോർട്ട് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ സമർപ്പിക്കുമെന്നാണ് ചെയർമാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കിയത്, വിശദീകരിച്ചത്? KP വഖഫ് നിയമ ഭേദഗതിയിൽ നിർണായകമായ പ്രതികരണമാണ് ഇന്നിപ്പോൾ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ചെയർമാൻ ജഗദാംബിക പാലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. നിലവിൽ വഖഫ് നിയമ ഭേദഗതി ലോക്സഭയിൽ അവതരിപ്പിച്ചതിന് ശേഷം പാർലമെന്റിന്റെ സംയുക്ത സമിതിയുടെ പരിശോധനയ്ക്ക് വിട്ടിരിക്കുകയായിരുന്നു. ആ സംയുക്ത സമിതി ഈ വരുന്ന ശൈത്യകാല സമ്മേളനത്തിൽ, പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നവംബർ 21 ഡൽഹിയിൽ പാർലമെന്റിന്റെ സംയുക്ത സമിതിയുടെ യോഗം ചേരും. എല്ലാ അംഗങ്ങളെയും, ഈ സംയുക്ത സമിതിയിലെ മുഴുവൻ അംഗങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള യോഗമായിരിക്കും. അതിനുശേഷം കൃത്യമായ ചർച്ച നടത്തി റിപ്പോർട്ട് തയ്യാറാക്കി ആ റിപ്പോർട്ട് ഈ ശൈത്യകാല സമ്മേളനത്തിൽ തന്നെ പാർലമെന്റിൽ സമർപ്പിക്കും എന്നുള്ളതാണ് കമ്മിറ്റി വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഉടൻ തന്നെ വഖഫ് നിയമ ഭേദഗതി രാജ്യത്ത് പാർലമെന്റിൽ പാസ്സാക്കിക്കൊണ്ട് നിയമമാകാനുള്ള നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെയുള്ള നേതാക്കൾ, ഭരണ നേതൃത്വം നൽകുന്ന ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലും രാജ്യത്ത് വഖഫ് നിയമ ഭേദഗതി ഉടൻ തന്നെ നടപ്പിലാക്കുമെന്നും വഖഫ് അധിനിവേശം എന്നേക്കുമായി അവസാനിപ്പിക്കും എന്നുള്ള പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ ശൈത്യകാല സമ്മേളനത്തിൽ തന്നെ സംയുക്ത പാർലമെന്റ് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചാൽ അതിൻ്റെ ശുപാർശകൾ ഉൾക്കൊണ്ടുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കുകയും പാർലമെന്റിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ പാസ്സാക്കിയെടുത്തുകൊണ്ട് ആ നിയമം ഉടൻ തന്നെ നടപ്പിലാക്കുന്നതിന്, അല്ലെങ്കിൽ ആ നിയമത്തിൽ ഭേദഗതി ഉടൻ തന്നെ കൊണ്ടുവരുന്നതിന് സർക്കാർ തയ്യാറെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായ അഭിപ്രായങ്ങൾ ശേഖരിച്ചു വരികയാണ്. അഭിപ്രായ സർവേ തന്നെ വിശദമായി നടത്തുകയാണ് കമ്മിറ്റി. ഇതുമായി ബന്ധപ്പെട്ട ഈ അഭിപ്രായ ക്രോഡീകരണം, അതിനുശേഷമുള്ള റിപ്പോർട്ട് സമർപ്പണം, രാജ്യം അതീവ പ്രതീക്ഷയോടെ, ഏറെ ആകാംക്ഷയോടെ തന്നെയാണ് ഈ ഒരു ബില്ലിനെ, റിപ്പോർട്ടിനെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വഖഫ് അധിനിവേശത്തിനെതിരെയുള്ള, അല്ലെങ്കിൽ അതിന് തിരുത്താനുള്ള ഒരു ഉദ്യമം കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പൊതുസമൂഹം വളരെ ആകാംക്ഷയോടെയാണ്, പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. അത് അധികകാലം നീണ്ടു നിൽക്കില്ല, അധികകാലം കാത്തിരിക്കേണ്ട എന്ന വസ്തുതയാണ് നമുക്ക് മുന്നിലുള്ളത്, അല്ലേ? KP വഖഫ് ബോർഡ് പരിധി വിട്ട് പ്രവർത്തിക്കുന്നു. പരിധി വിട്ടുകൊണ്ടാണ് ഭൂമിക്ക് മേൽ അവകാശവാദം ഉന്നയിക്കുന്നത് എന്നുള്ളത് ഇതിനോടകം തന്നെ ഈ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയിലെ അംഗങ്ങൾ, ചെയർമാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ പരോക്ഷമായി പ്രതികരിച്ചിരുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴും ഈ നിലവിൽ തയ്യാറാക്കിയിട്ടുള്ള ബില്ലിൽ നിന്ന് വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയില്ല. അതിനപ്പുറത്തേക്കുള്ള ശുപാർശകൾ ഈ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് വഖഫ് നിയമ ഭേദഗതി അനിവാര്യമാണ് എന്നൊരു ശുപാർശയിലേക്ക് പാർലമെന്റിന്റെ സംയുക്ത സമിതി എത്താനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലൊരു ശുപാർശ തന്നെയായിരിക്കും കമ്മിറ്റി നൽകുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം കർണാടകയിലും ഒഡീഷയിലും അസം ഉൾപ്പെടെയുള്ള വടക്കുകിഴക്കൻ മേഖലയിലുമെല്ലാം തന്നെ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിരുന്ന സ്ഥലങ്ങളിൽ ഈ സമിതി നേരിട്ട് സന്ദർശനം നടത്തിയിരുന്നു. അക്കാര്യവും ഇന്നിപ്പോൾ ഈ സംയുക്ത സമിതിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ജഗദാംബിക പാൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതൊരു മതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയമല്ല. നിരവധി
ന്യൂനപക്ഷ സമുദായങ്ങളിലെ മത ആചാര്യന്മാരുമായി സംസാരിച്ചിട്ടുണ്ട്. അവരൊന്നും തന്നെ വഖഫ് നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുന്നതിനെ എതിർക്കുന്നില്ല. ഇതൊരു തരത്തിലും സാധാരണക്കാരുടെ കർഷകരുടെ ഭൂമി പിടിച്ചെടുക്കുന്ന സംവിധാനമാണ്. അതിന് യാതൊരു തരത്തിലും മതം കൂട്ടുനിൽക്കുന്നില്ല എന്നും ഇതിൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ചിലർ മതത്തെ കൂട്ടുപിടിക്കുകയാണ് എന്ന പ്രതികരണം കൂടി ഏതായാലും വഖഫ് നിയമ ഭേദഗതി പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ജഗദാംബിക പാൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഏതായാലും KP സൂചിപ്പിച്ചതുപോലെ ഈ ഒരു വിഷയം പാർലമെന്റിൽ എത്തുന്നതും അത് ഏത് രീതിയിൽ പാസ്സാകും, അതിനെ ആരൊക്കെ എതിർക്കുമെന്നത് സംബന്ധിച്ചും ഒപ്പം ഈ സംയുക്ത കമ്മിറ്റിയുടെ ശുപാർശകൾ എന്തെല്ലാമായിരിക്കും, അവരുടെ റിപ്പോർട്ടിൽ എന്തെല്ലാം വസ്തുതകൾ ചൂണ്ടിക്കാണിക്കും എന്നുള്ളതെല്ലാം തന്നെ ഏറെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് രാജ്യം കാത്തിരിക്കുന്നത്. കാരണം കേരളത്തിൽ കൊച്ചി മുനമ്പത്താണെങ്കിലും കർണാടകയിൽ വിജയപുരത്താണെങ്കിലും അസം ഉൾപ്പെടെയുള്ള വടക്കുകിഴക്കൻ മേഖലയിലും ഒഡീഷയിലും അന്നിങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നിലവിൽ ആളുകൾ നിയമപ്രകാരം ഉപയോഗിക്കുന്ന ഭൂമിക്ക് വേണ്ടി പോലും വഖഫ് അധിനിവേശം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വഖഫ് ബോർഡ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കർണാടകയിൽ ബംഗളൂരു നഗരത്തിലെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള വാണിജ്യ കേന്ദ്രങ്ങളിൽ പോലും ആ ഭൂമി വഖഫിന് അധികാരപ്പെട്ടതാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വഖഫ് ബോർഡ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയമാണ് വഖഫ് അധിനിവേശം എന്നുള്ളത്. ആ വിഷയത്തിലാണ് ഒരു ഭേദഗതി കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുകയും ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ബില്ല് നേരിട്ട് പാസ്സാക്കാതെ പാർലമെന്റിന്റെ സംയുക്ത സമിതിയുടെ പരിശോധനയ്ക്കായി വിട്ടിട്ടുള്ളത്. ആ സംയുക്ത സമിതി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നേരിട്ട് സന്ദർശിച്ച് വിവിധ വിഭാഗങ്ങളുമായി, ഇതിൽ പരാതിക്കാരുമായും വഖഫ് ബോർഡ് അധികൃതരുമായും മത ആചാര്യന്മാരുമായും സാധാരണക്കാരുമായും എല്ലാം തന്നെ കൂടിക്കാഴ്ച നടത്തി വിശദമായ വിവരശേഖരണം നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ഈ മാസം 21-ന് ഡൽഹിയിൽ യോഗം ചേരും. അതിന് പിറകെയായി ചേരാനിരിക്കുന്ന നവംബർ 25-നാണ് പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ആരംഭിക്കുന്നത്. ആ സമ്മേളനത്തിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ളതാണ് ഇപ്പോൾ സംയുക്ത കമ്മിറ്റിയുടെ ചെയർമാൻ ജഗദാംബിക പാൽ വ്യക്തമാക്കിയത്. വഖഫ് നിയമ ഭേദഗതിയിൽ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ട് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ സമർപ്പിക്കും. നവംബർ 21-ന് കമ്മിറ്റി ഡൽഹിയിൽ യോഗം ചേരുമെന്നും ചെയർമാൻ ജഗദാംബിക പാൽ വ്യക്തമാക്കി. ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.